ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ ഫേസ്ബുക്കിൽ നമുക്ക് സ്റ്റോറി ഇട്ടിട്ടും നിലവിൽ ക്യാഷ് ഏണിംഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ പോയിട്ട് ഷെയർ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാ ത്രൂ ആയിട്ടും ഷെയർ ചെയ്യണമെന്നില്ല. നമ്മൾ സാധാ വാട്സപ്പിൽ ഷെയർ ചെയ്യുമ്പോഴും അത് നേരെ ഡയറക്റ്റ് നമ്മുടെ ഫേസ്ബുക്കിലേക്കും അതുപോലെ തന്നെ ഇൻസ്റ്റയിലേക്കും നമുക്ക് ക്രോസ് പോസ്റ്റിങ്ങിലൂടെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം, നമ്മൾ വാട്സപ്പിലെ നമ്പർ ഏതാണോ അതേ നമ്പർ നമ്മുടെ ഫേസ്ബുക്കിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഉണ്ടാവണം. അതായത് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസിന്റെ അണ്ടറിൽ ഈ നമ്പർ ആയിരിക്കണം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് വാട്സപ്പ് ഉപയോഗിക്കുന്ന അതേ സെയിം നമ്പർ തന്നെ ആയിരിക്കണം നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചാൽ ഡയറക്റ്റ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്ക് പോകുന്നതായിരിക്കും, അതുപോലെ തന്നെ ഇൻസ്റ്റ സ്റ്റോറിയിലേക്കും പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് ചെയ്താൽ മാത്രം മതി, 3 സ്ഥലങ്ങളിലേക്കും ഷെയർ ആവുന്നതായിരിക്കും. നിലവിൽ ഫേസ്ബുക്കിൽ സ്റ്റോറിക്ക് ഏണിങ്സ് ഉണ്ട് എന്ന കാര്യം ഓർക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി ഓർക്കണം, നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന മെറ്റയുടെ അണ്ടറിലാണ് ഫേസ്ബുക്ക്, സ്റ്റോറി, ത്രെഡ്, വാട്സപ്പ്, ഈ 4ഉം ഈ ഒരേ കമ്പനിയുടെ അണ്ടറിലാണുള്ളത്. അപ്പം പരസ്പരം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡായിട്ട് ക്രോസ് പോസ്റ്റിംഗ് ആവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതൊക്കെ ശരിക്കും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കാം. ഇപ്പോൾ നിലവിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റയിലേക്കും ഷെയർ ചെയ്യാം. അത് സ്റ്റോറി ആയിട്ടായിരിക്കും അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്പോൾ അവിടെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഈ ടോപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നിലവിൽ ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ സ്റ്റോറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് വേണ്ടുന്ന മ്യൂസിക് വേണമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യണം ക്രോപ്പ് ചെയ്യുക, സ്റ്റിക്കർ വേണമെങ്കിൽ സ്റ്റിക്കർ ചെയ്യുക, ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിൽ ചെയ്യുക. പിന്നെ ഇവിടെ ക്യാപ്ഷൻ വെക്കണമെങ്കിൽ ക്യാപ്ഷനും വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്റ്റോറി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ ഇവിടെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും പോകണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഈ ഭാഗത്ത്, അതായത് ഏറ്റവും അടിയ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം. ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് സ്റ്റോറി, ഇൻസ്റ്റാ സ്റ്റോറി. ഓക്കെ, ഇപ്പൊ നിലവിൽ ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്ക് ഞാൻ ഓൺ ചെയ്ത് കൊടുത്തിട്ടാന്നുള്ളത്. ഇൻസ്റ്റാ സ്റ്റോറിയിലേക്കും കൂടി ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 അക്കൗണ്ടിലേക്കും, അതായത് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റയിലേക്കും നമ്മളുടെ സ്റ്റാറ്റസ് സ്റ്റോറി ആയിട്ട് ഷെയർ ആവുന്നതായിരിക്കും. ഓക്കെ, നിലവിൽ ഞാൻ എൻ്റെ ആ ഫോട്ടോ ഇപ്പോൾ ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെയുള്ള ഏരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫേസ്ബുക്കിലേക്ക് പോകുന്നതായിരിക്കും. ഇത് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വാട്സപ്പിന്റെ നമ്പർ ഏതാണോ ആ നമ്പർ തന്നെ ആയിരിക്കണം നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ടാവേണ്ടത്. ഇൻസ്റ്റയിൽ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പോകും, ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പോകില്ല. ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നിലവിൽ അത് അപ്ഡേറ്റ് ആയിക്കൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് അതിനുശേഷം നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അവിടെ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് സ്റ്റോറിയിലേക്ക് നമ്മൾ വാട്സപ്പിൽ നിന്ന് ഷെയർ ചെയ്ത സ്റ്റാറ്റസ് ഇവിടത്തേക്ക് സ്റ്റോറി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വേറൊരു കാര്യം കൂടി നിങ്ങൾ നോക്കണം, ഇവിടെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയുള്ള സെറ്റിംഗ്സ് ടൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ട് സെന്റർ കാണാൻ സാധിക്കും. ഈ അക്കൗണ്ട് സെന്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഷെയറിംഗ് അക്രോസ് പ്രൊഫൈൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, അതായത് അതുപോലെ തന്നെ ഇൻസ്റ്റാ അക്കൗണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് അക്കൗണ്ട് കാണാൻ സാധിക്കും. ഷെയർ ഫ്രം, അതായത് നമ്മൾ ഇതിൽ നിന്ന് ഏത് അക്കൗണ്ടിൽ നിന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ എൻ്റെ ഇതാ വാട്സപ്പ് നമ്പറിലെ സ്റ്റാറ്റസ് നമുക്ക് നേരെ ഫേസ്ബുക്കിലേക്ക് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലെ റീലായാലും ഫോട്ടോ ആയാലും ശരി, അതുപോലെ തന്നെ സ്റ്റോറി ആയാലും ശരി, അത് ഇൻസ്റ്റയിലേക്ക് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റയിലെ ഡീറ്റെയിൽസ്, അതായത് ഇൻസ്റ്റയിൽ നിന്ന് ഷെയർ ചെയ്യുന്ന പോസ്റ്റർ, സ്റ്റോറി, റീല്, ഇതൊക്കെ ഫേസ്ബുക്കിലേക്കും പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പരസ്പരം ക്രോസ് പോസ്റ്റിംഗ് ഉള്ള ഒരു ഓപ്ഷൻ നിലവിൽ ഫേസ്ബുക്കിലുണ്ട്. അത് നിങ്ങൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് നമ്മൾക്ക് എങ്ങനെയാണ് സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്കും അത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.